പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കുക. ഒന്നിനെക്കുറിച്ചും ഉൾക്കേണ്ട വേണ്ട, എപ്പോഴും സന്തോഷമായിരിക്കുക. ദൈവത്തിൻ്റെ ആഗ്രഹവും കൽപ്പനയും അതാണ്. ഇനി ദൈവത്തിൻ്റെ സാന്നിധ്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വിഷമം പാടില്ല. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളപ്പോൾ ഉൾക്കണ്ഠയെ അതിജീവിക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം. എങ്ങനെയാണ് സന്തോഷമായിരിക്കുക? എൻ്റെ ദൈവം കൂടെയുണ്ട്, എന്നിൽ ദൈവത്തിന് കരുതലുണ്ട്, ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ലൂക്ക 16:17 സ്വർഗവും ഭൂമിയും കടന്നുപോയാലും ഇല്ലാതായാലും എൻ്റെ വചനം നിലനിൽക്കും, എൻ്റെ വാഗ്ദാനം നിലനിൽക്കും. അപ്പോൾ അത് വിശ്വസിക്കുക. അതിനു മുമ്പേ ഉടമ്പടി എടുക്കുമ്പോൾ ഇത് പലവരും പ്രാർത്ഥനയ്ക്ക് എന്നെ പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നതാണ്. പലവരും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇത് പറയുന്നത്, ബ്രദർ, ഇത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആര് കാര്യത്തിൽ ഒരെണ്ണം മാത്രം നടന്നുള്ളൂ, ബാക്കി നടന്നില്ല. ഇല്ല, ചിലവർ പറയും ഈ കാര്യമൊന്നും നടന്നില്ല. ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് ഡേറ്റൊക്കെ കറക്റ്റായിട്ട് പറയും. അപ്പോൾ അവരുടെ വിചാരം ഈ ഉടമ്പടി ഒരു നേർച്ചയാണ്. ഇവിടെ വന്നിങ്ങനെ എഴുതി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം അങ്ങോട്ട് തീർന്ന് ആ നിയോഗങ്ങളൊക്കെ അങ്ങോട്ട് നടക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, 8 മണി ഞാൻ എൻ്റെ സമയം വിളിക്കുന്നത്. അപ്പോൾ 8:30 വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് കുർബാനയ്ക്ക് പോയാൽ? ഇല്ല, പോയില്ല. എന്താ കാര്യം? മക്കൾക്ക് ഭക്ഷണം വയ്ക്കണം, സ്കൂളിൽ പോകണം അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതാ പ്രശ്നം. വൈകുന്നേരമോ സമയം കിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ പോയി. ദൈവം 2ാമത്തെ സ്ഥാനത്തിൽ പോയി, 3ാമത്തെ സ്ഥാനത്തിൽ പോയി. മക്കളുടെ ഭക്ഷണമാണ് ആദ്യം. ദിവസവും ഇതൊരു നിലപാടാണ്, ഇതൊരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രീതി മാറണം. ഉടമ്പടിക്ക് മുമ്പേ ഞാൻ എന്തായിരുന്നു, ഉടമ്പടി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ജന്മമോ വേറൊരു ജീവിതമോ എൻ്റെ ആ ഒരു നിലപാടായിരിക്കണം. അത് ആദ്യം തുടങ്ങേണ്ടത് തന്നെ അനുതാപത്തോടെയാണ്. ദൈവത്തിലേക്ക് അടുക്കാൻ അനുതപിച്ച് ദൈവത്തിലേക്ക് അടുക്കണം. ദൈവത്തിലേക്ക് അടുക്കുന്നത്, ദൈവം അവിടെ തന്നെ ഉണ്ടാവും. നമ്മളാണ് പാപം കൊണ്ട് അകന്നു പോകുന്നത്. അടുക്കുന്നത് അനുതാപം വഴി. ആദ്യം അടുക്കണം, ദൈവത്തിലേക്ക് അടുത്ത് പോകണം. വിശന്നു കഴിഞ്ഞാൽ മക്കൾ അമ്മയുടെ അടുത്ത് പോകുന്ന പോലെ അനുതപിച്ചാണ് പോകേണ്ടത്. ചെയ്തു പോയ പാവങ്ങളെല്ലാം ചെയ്ത്. ശ്രദ്ധിക്കേണ്ടത്, ആ അനുതപിക്കുന്ന കാര്യം രണ്ടാമത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണം. എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദിവസവും കുർബാനയ്ക്ക് പോകണം. ആ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതൊരു തീരുമാനം എടുക്കണം. പലരും പറയും വീട് ദൂരമാണ് എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ, ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് പള്ളിയുടെ അടുത്ത് കുറച്ച് കാലത്തേക്ക് വീട് എടുക്കുക, വാടകയ്ക്ക് എടുക്കുക. അവിടെ അതിൻ്റെ അടുത്ത് വീട് കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടി എനിക്ക് വീട് വേണം, ബംഗ്ലാവ് വേണമെന്നില്ല. ദൈവം തരും. ദൈവം നോക്കുന്ന ദൈവത്തോട് പറയേണ്ടത്, എനിക്ക് കുർബാനയ്ക്ക് നിന്നെ ദിവസവും കാണണം, എനിക്ക് നിന്നെ സ്വീകരിക്കണം എനിക്ക്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു തീരുമാനം എടുക്കണം നിങ്ങൾ. ഇത് വെറുതെ ഇവിടെ വന്ന് എഴുതി കൊടുത്ത് ഒരു നേർച്ചയായി 9 ആഴ്ച 10 ആഴ്ച അല്ല എവിടെയെങ്കിലും പോയി മെഴുതിരി കത്തിച്ച നടക്കുന്ന പോലത്തെ ഒരു കാര്യമാണെങ്കിൽ അത് പ്രാർത്ഥിക്കാതെ തന്നെ കിട്ടും. അച്ഛൻ പറയണ പോലെ പ്രാർത്ഥിക്കാതെ തന്നെ അത് കിട്ടാറ്. ദൈവമായിട്ടൊരു ബന്ധമായത് സ്വന്തമാകുകയാണ്. ഞാൻ നിൻ്റെയാണ്, എനിക്ക് ബോധ്യമായി. ഒന്നുകൂടി ഉറപ്പിക്കുക, ബന്ധം ഉറപ്പിക്കുക. അപ്പോൾ ഇത് ഒരു തീരുമാനം ഇന്ന് എല്ലാവരും കൂടി എടുക്കണം. ഇല്ല വെറുതെ വന്ന് ഉടമ്പടി എടുത്ത് ഈ ആപ്ലിക്കേഷൻ എഴുതുന്ന പോലെ എഴുതിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുകയൊക്കെ ചെയ്യും. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ദൈവം ഇല്ലെങ്കിലും തരാൻ തയ്യാറാണ്. പക്ഷേ ബന്ധം ഉണ്ടാകില്ല ദൈവമായിട്ട്. ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം.
ദൈവം നോക്കണം നിങ്ങളെ. എൻ്റെ മകൻ എൻ്റെ മകൾ എവിടെയാണ്, അവിടെ കണ്ടില്ലല്ലോ, ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ദൈവം നോക്കും. അതാണ് ബന്ധം. ശ്രദ്ധിക്കും. ഞാൻ പലപ്പോഴും കുർബാനയ്ക്ക് താമസിച്ച് പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും താമസിക്കാറില്ല, എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്കായോ വണ്ടി റിപ്പയറായോ താമസിച്ച് പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതിശയമാണ്. അവിടെ കുർബാന അന്ന് താമസിച്ചായിരിക്കും. ദൈവം കാത്തിരിക്കുക നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു നിലപാടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയത്. പിന്നെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, നമ്മൾ ഉടമ്പടി പോകുമ്പോൾ ദൈവ വാഗ്ദാനത്തിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കണം. ഇതിലൊക്കെ ചില ടെക്നിക്സ് ഉണ്ട്. ദൈവം ഇതെല്ലാം അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നീ അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്, ലൂക്ക 12:22, നീ എന്ത് ഭക്ഷിക്കും, എന്ത് ഉടുക്കും, എവിടെ താമസിക്കുമെന്നൊന്നും നീ വിഷമിക്കേണ്ട, എന്ത് കുടിക്കുമെന്നൊന്നും നീ വിഷമിക്കേണ്ട, അതിനെക്കുറിച്ച് ഉൾക്കേണ്ട വേണ്ട. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിനക്കുള്ള ഭക്ഷണം ഞാൻ വെച്ചിട്ടുണ്ട്, അത് ആ വാഗ്ദാനത്തിലുണ്ട്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദൈവം ജെർമിയ 30:17 പറയുന്നത്, നീ പേടിക്കണ്ട, പ്രൈസ് ദി ലോർഡ്, നിൻ്റെ രോഗത്തെക്കുറിച്ച് നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിനക്ക് സൗഖ്യം തരും. പിന്നെ അതുപോലെ 1 പത്രോസ് 5:7, നിന്നെക്കുറിച്ച് എനിക്ക് കരുതലുണ്ട്, നീ ഒന്നിനെക്കുറിച്ചും ഉൾക്കേണ്ടപ്പെടേണ്ട, വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് സൗഖ്യം തരാം. ഇന്ന് പല വാഗ്ദാനങ്ങളും ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, നിനക്ക് ആവശ്യമെന്ന് നീ ചോദിക്കുന്നത് മാർക്കോസ് 11:24, നീ എന്ത് ചോദിച്ചാലും നീ അത് വിശ്വസിക്കുക, നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം വാഗ്ദാനമായിട്ട്, വചനമായിട്ട് നമുക്ക് തന്നിരിക്കുക. പക്ഷേ പലപ്പോഴും ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടാറില്ല. ഇതാണ് പ്രശ്നം. നമ്മൾ ഈ വാഗ്ദാനമൊക്കെ ഉണ്ട്, വാഗ്ദാനമായിട്ടിരിക്കും, നമുക്കത് എത്താറില്ല. നമ്മളിലേക്ക് അത് വസ്തുവായിട്ട് മാറി എത്തണം, മാംസമായിട്ട് മാറണം. അത് യോഹന്നാൻ 1:14, വചനം മാംസമായി രക്ഷയായി. അതുപോലെ ഈ വാഗ്ദാനങ്ങളൊക്കെ, ഈ വചനമൊക്കെ നമുക്ക് ആവശ്യമുള്ളതായിട്ട് മാറണം. നീ ഒന്നിനെക്കുറിച്ച് വിഷമിക്കണം, നിനക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ, നിനക്ക് ആവശ്യമുള്ളത് വചനത്തിൽ കിടക്കുക. അത് നിനക്ക് എന്താണ് ആവശ്യം, അതായിട്ട് നിനക്ക് മാറണം. നിനക്ക് വസ്തുവാണ്, വീടാണ് ആവശ്യമെങ്കിൽ അത് വീടായിട്ട് മാറി വരണം നിൻ്റെ കയ്യിലേക്ക്. നിൻ്റെ രോഗസൗഖ്യമാണ്, രോഗസൗഖ്യം ഞാൻ തരാമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രോഗം അത് സൗഖ്യം, ഹീലിംഗ് ആയിട്ട് മാറി അത് നിന്നിലേക്ക് എത്തണം. അത് അവിടെ കിടക്കുക, അത് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് നമ്മളിലേക്ക് എത്തിക്കണം. നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട്. ആ അനുഭവം, ദൈവാനുഭവം, അത് നിന്നിലേക്ക് എത്തണം. ഞാൻ പറയണം, മനസ്സിലാണ്ട, അത് നമ്മളിലേക്ക് എത്തണം. അത് വചനമായിട്ട് കിടക്കുക. നമുക്ക് പലപ്പോഴും അനുഭവമായിട്ട് അത് കിട്ടാറില്ല. ഞാൻ എന്തോരം പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയില്ല. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് വാഗ്ദാനത്തിൽ കിടക്കുക, അത് നിനക്ക് പ്രയോജനമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് എങ്ങനെയാണ് നമുക്കത് കിട്ടുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉൽപ്പത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി 1:2 നോക്കുമ്പോൾ, ആദ്യം രൂപരഹിതമായിരുന്നു. രൂപം ഉണ്ടായിരുന്നില്ല ഭൂമിക്ക്, അന്ധകാരമായിരുന്നു, മൊത്തം അന്ധകാരം, ഒന്നും ഇല്ലായ്മയായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞ് പ്രകാശം ഉണ്ടാകട്ടെ എന്ന്.
പക്ഷെ അന്ധകാരമായിരുന്നു. അവിടെ വചനം ഉണ്ടായിരുന്നു, പ്രകാശം ഉണ്ടാകട്ടെ എന്ന്. പക്ഷെ അവിടെ എങ്ങനെയാണ് പ്രകാശം ഉണ്ടായത്? അതിൻ്റെ കൂടെ ഭൂമിയുടെ മീതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദൈവവചനം പ്ലസ് പരിശുദ്ധാത്മാവ് ഈക്വൽസ് ടു നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടും. അത് തന്നെയാണ് അമ്മ മാതാവിന് 1:31 ഗബ്രിയേൽ മാലാഖ പറയുന്നത്, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭവതിയാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനമുണ്ട്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ദൈവം തന്നെ പറഞ്ഞ, ദൈവത്തിൻ്റെ ദൂതനാണ്. ദൈവവചനമാണ് നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞ് വചനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം മാത്രമേ ഉണ്ടായിരുന്നത്. നീ ഒരു പുത്രനെ പ്രസവിക്കും, ഇല്ല ഗർഭം ധരിക്കും എന്നുള്ളതൊരു വചനം മാത്രം ഉണ്ടായി. അപ്പോഴാണ് അമ്മ ചോദിക്കുന്നത് ഇതെങ്ങനെ സാധിക്കുമെന്ന്. അപ്പോൾ ആ വചനത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് 1:35 ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോഴത്തേക്കും ഇത് സാധ്യമാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, ഒരു പുത്രനുണ്ട്, ഈശോ ഉണ്ട്, ഗർഭം ധരിക്കാനുള്ള എല്ലാ സാഹചര്യവും അതിലുണ്ട്. പക്ഷെ അതെങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് കൂടി അതിൽ ചേർണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എല്ലാ വാഗ്ദാനവും ദൈവത്തിനുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം, നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ കയ്യിലേക്ക് എത്താറില്ല. അത് കയ്യിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിനക്ക് സമാധാനം, ഞാൻ നിനക്ക് സമാധാനം തരാം, സമാധാനം വാഗ്ദാനത്തിലുണ്ട്. പക്ഷെ നിനക്കത് അനുഭവമായിട്ട് മാറണമെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരുന്ന് സമാധാനം നിനക്ക് അനുഭവമായിട്ട് മാറും. എൻ്റെ സന്തോഷം ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷം വചനത്തിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കൂടെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരുന്ന സന്തോഷം നിനക്ക് അനുഭവമായിട്ട് വരും. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവ അനുഭവമാണ് കൂടുതൽ കിട്ടുന്നത്. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ദൈവാനുഭവം കിട്ടും, എല്ലാവർക്കും. അത് ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പലപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് പലവർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം കുറേ പേർക്ക് വരാറില്ലേ? വെറുതെ ഇരുന്നാൽ ഉറക്കം വരില്ല, TV കണ്ടാൽ പോലും ഉറക്കം വരില്ല. പക്ഷേ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരും. ഇല്ലേ? വരാറുണ്ടോ? കുറേ പേർക്ക് ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ്, നമുക്ക് ആ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഉള്ളത് നമുക്ക് എടുക്കാം. പാസ്വേഡാണ് പരിശുദ്ധാത്മാവ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വചനത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇത് അത്രയ്ക്ക് മൂല്യമുള്ളതാണ്, അത്രയ്ക്ക് വിലയുള്ളതാണ്. അപ്പോൾ വചനത്തോട് വില അറിയാത്തതുകൊണ്ടാണ്, അതിൻ്റെ മതിപ്പ് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഉറക്കം എന്നത്, അതിനെ സീരിയസ്നെസ് മനസ്സിലാകാത്തത്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കയ്യിൽ ബസ്സിൽ നീ പോകുമ്പോഴത്തേക്കും 1 കോടി രൂപയുടെ ഒരു സൂട്ട് കേസ് ബാഗ് നീ എടുത്തുകൊണ്ട് ആണ് പോകുമ്പോൾ നമ്മൾ ഉറങ്ങുമോ? എപ്പോഴും എതിലാണ് ശ്രദ്ധിക്കുന്നത്? ആ ബാഗിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. ഇത് 1 കോടിയൊന്നുമില്ല, ഇത് 1000 ലക്ഷം കോടിയാണ് ബൈബിളിലുള്ളത്. പക്ഷേ നമ്മൾ ബൈബിൾ കയ്യിലെടുത്തവർ എത്ര പേരാണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേരുടെ കയ്യിലുണ്ട്? ഉണ്ട്, ഒരാളുടെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2-3 പേര്, ബാക്കി എല്ലാവരും എടുക്കണം. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ജീവിക്കാൻ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, വചനത്തോടുള്ള വില മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഉറക്കം എന്നാ ബൈബിൾ വായിക്കാൻ മടി തോന്നുന്നത്. ഈ അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു കടമയായിട്ട് എങ്ങനെയും വായിച്ച് തീർക്കണമെന്ന് പറഞ്ഞ് വായിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മത് വായിക്കേണ്ടി ശ്രദ്ധിച്ച്, ചിലപ്പോൾ ഒരു അധ്യായം തന്നെ നിങ്ങൾ 1/2 മണിക്കൂർ വായിക്കുക. അല്ല, ഒരു വചനം എടുത്ത് വെച്ച് 1/2 മണിക്കൂർ അത് തന്നെ ചൊല്ലി വായിക്കുക. പ്രൈസ് ദി ലോർഡ്.
ദൈവം കുറേ കാര്യം വെളിപ്പെടുത്തി തരും. വചനം നീ ധ്യാനിക്കണം, അത്രേ ഉള്ളൂ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതൽ തന്നെ ആയിപ്പോകും നമുക്കതിനോട് ശ്രദ്ധയും മതിപ്പും തോന്നുമ്പോൾ. ഹല്ലേലൂയ. അതിനെ നമ്മൾ മനസ്സിലാക്കണം. ഈ വചനത്തിൻ്റെ അകത്തുള്ളത് എന്നിലേക്ക് എത്തിക്കണത് എങ്ങനെയാണ്, വചനം മാംസമാക്കുന്നത് എങ്ങനെയാണ്, അതാണ് നമുക്ക് വേണ്ടിയത്. പരിശുദ്ധാത്മാവ് കൂടി ഇതിൽ ചേരണം, വചനം. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വചനം പ്ലസ് പരിശുദ്ധാത്മാവുമ്പോഴത്തേക്ക് മെറ്റീരിയലായിട്ട് മാറും. നിങ്ങൾക്ക് ആവശ്യം ദൈവാനുഭവമായിട്ട് നിങ്ങളെ കയ്യിലേക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പലവർക്ക് ലഭിക്കാതിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ വചനം ഉണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകില്ല, കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടാകും, വചനത്തിൽ വിശ്വാസം ഉണ്ടാകില്ല. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് വചനം പ്ലസ് പരിശുദ്ധാത്മാവ് ഈക്വൽസ് ടു ദൈവാനുഭവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ വചനത്തിലേക്ക് ആദ്യം വരാം. ഈ വചനം രണ്ട് രീതിയിലുണ്ട്. വചനം പ്രയോജനമുള്ള വചനമായി മാറ്റണം ആദ്യം. നിങ്ങൾക്ക് പലവരും വചനം വെറുതെ വായിക്കും, പക്ഷെ അത് പ്രയോജനം ചെയ്യില്ല. ആ വചനം കൊണ്ടുപോയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഹെബ്രിയ 4-ാം അധ്യായം 2-ാം തിരുവചനം. വചനം അവർക്ക് പ്രയോജനം ചെയ്തില്ല, അവർ അത് വചനത്തിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പ്രയോജനമുള്ള വചനമാക്കണമെങ്കിൽ നമുക്ക് 2 പോയിൻ്റേ ഉള്ളൂ. വചനം പ്ലസ് പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടിയത്. നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടും. ഇത് ഞാൻ വെറുതെ ഇല്ല പറയണേ, ഇന്ന് തന്നെ കിട്ടും. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഭവം അപ്പം കിട്ടും. എന്താണെന്നാ, വചനം ഒരിക്കലും നുണയാകില്ലെന്നാണ് ഈശോ ആദ്യം 16-17 എന്ത് സ്വർഗവും ഭൂമിയും ഇല്ലാതായി പോയാലും എൻ്റെ വചനം മാറില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത് ശ്രദ്ധിക്കാറില്ല. ഇത് വെറുതെ ഒരു നേർച്ച പോലെ ഇങ്ങനെ കുറേ വചനം വായിക്കുക, മനസ്സിലാക്കുകയില്ല, അതിൻ്റെ ഉള്ളടക്കം എന്താണ് ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടുന്നത് അതുപോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അത് ആദ്യം വേണ്ടിയത് വചനം. അപ്പോൾ വചനം പ്രയോജനമുള്ള വചനമാക്കി മാറ്റണം, അതിൽ വിശ്വാസം കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് വിശ്വാസം കൊണ്ടുവരിക? വിശ്വാസം കിട്ടുന്നത് നമ്മളെ വിശ്വാസം അധികമാക്കണം, വചനത്തിൽ വിശ്വാസം. അപ്പോൾ നമ്മളെ വിശ്വാസം ചിലപ്പോൾ കെട്ടിരിക്കുകയായിരിക്കും, ഇല്ലാതിരിക്കുകയായിരിക്കും. അപ്പോൾ വിശ്വാസം കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ വിശ്വാസം വേണം അവിടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എപ്പോഴും കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഒരു പ്രക്രിയ, നമ്മുടെ ജീവിത രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇത് ഈ വചനം കേൾക്കുമ്പോൾ ഉറങ്ങരുത് കേട്ടോ. ഉറക്കം വരുമ്പോൾ സ്തുതിക്കുക. ഇത് പലപ്പോഴും നമ്മൾ വെറുതെ ഇരുന്നാൽ ഉറങ്ങില്ല. വചനം കേൾക്കുമ്പോൾ സാത്താൻ ചെയ്യുന്ന പരിപാടി നമ്മളെ ഉറക്കിക്കളയും. ഒരിക്കലും നിങ്ങൾ കേൾക്കില്ല. പിന്നെ കേൾക്കാം, പിന്നെ എഴുതി കിടക്കാമില്ല, യൂട്യൂബിൽ കേൾക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നേരിട്ടിപ്പോൾ കേൾക്കാൻ സാധിക്കാത്തവർ യൂട്യൂബ് ഒന്നും തുറക്കില്ല. പ്രൈസ് ദി ലോർഡ്. തുറക്കും, 1 മിനിറ്റ് നോക്കിയിട്ട് അത് അങ്ങോട്ട് ഓഫ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഒരു ലക്ഷ്യം വേണം. എനിക്ക് ഈ കാര്യം സാധിച്ചെടുക്കണം, എനിക്ക് ദൈവാനുഭവം കിട്ടണം. ഈ വിഷയം കുറേ കാലമായിട്ട് ദൈവ വാഗ്ദാനം തന്നിരിക്കുക, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുക, എന്നോട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ അത് ഞാൻ സാധിച്ചെടുക്കണം, ദൈവത്തിൻ്റെ ഇരുന്ന് വാങ്ങിച്ചെടുക്കണം. അത് വാഗ്ദാനത്തിൽ കിടക്കുക, അത് വാഗ്ദാനമായിട്ട് തന്നെ കിടക്കുക, അത് പാർസലായിട്ടിരിക്കുക, അത് എനിക്ക് റിസീവ് ചെയ്യണം. അത് കിട്ടാനുള്ള മാർഗ്ഗമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വചനത്തിലേക്ക് വിശ്വാസം വേണം. വിശ്വാസമുള്ളവർ വചനം വായിക്കണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ നമ്മളെ റേഞ്ച് കൂട്ടിയെടുക്കണം. എന്നിട്ട് വചനം ധ്യാനിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അത് വിശ്വസിച്ച് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ വേറെ എവിടെയും പുറത്തു പോയിട്ട് ഇതിനെ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ജീവിത രീതി ഒന്ന് മാറ്റിയാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്റ്റാൻഡ് മാറ്റുക, നിൽക്കുന്ന സ്ഥലത്തിരുന്ന് ഇച്ചിരി മാറുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുക? അത് റോമ 4-ാം അധ്യായം 20
ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ വിശ്വാസം കൂടുതലാകും, വിശ്വാസം ശക്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ വിശ്വാസം ശക്തിപ്പെടും, കൂടുതലാകും. ആ വിശ്വാസം മതി. ആ വിശ്വാസം ഉണ്ടെങ്കിൽ വചനം നിനക്ക് പ്രയോജനമായിരിക്കും. ആ വചനത്തെ എടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി ഉണ്ടെങ്കിൽ നിനക്കത് ദൈവാനുഭവമായിട്ട് മാറും. എന്ത് ചോദിച്ചാലും ലഭിക്കും. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുക, ഇതാണ് വിഷയം. ഇത് കറക്റ്റ് ലിങ്കാണ്. ദൈവത്തെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുക? യോഹന്നാൻ 17:4 ദൈവം ഏൽപ്പിച്ച ജോലിയെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് അവസാനം വരെ ഞാൻ ഇടയ്ക്ക് വെച്ച് വെറുക്കില്ല, വിടില്ല, വിട്ടുകളയില്ല. പലവരും ഡൈവേഴ്സിനെ കുറിച്ച് ഓർക്കും. ദൈവം തന്നതാണ്, അത് പൂർത്തീകരിക്കണം, അവസാനം വരെ പൂർത്തീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലവർ ഈ ജോലി സ്ഥലത്ത് അവർക്ക് ആ സാഹചര്യങ്ങളൊക്കെ അവർക്ക് പ്രതികൂല സാഹചര്യമായിരിക്കും, എല്ലാവരും എതിരായിരിക്കും. എങ്ങനെയും ഈ ജോലി കളഞ്ഞിട്ട് വേറെ സ്ഥലത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നതാണ്. ചിലപ്പോൾ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാനാണ് എന്നോട് പറയണത്. ദൈവം തന്നതാണ്. തൂക്കാൻ പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് തൂക്കും. അവസാനം വരെ ദൈവം വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നവരെ അത് പരിപൂർണമായിട്ട് ഇത് എൻ്റെ ജോലിയായിട്ട്, ദൈവം തന്ന ജോലിയായിട്ട് ഞാൻ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ചില രോഗങ്ങൾ, അതിനെക്കുറിച്ച് എപ്പോഴും വിഷമമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം തന്നതാണ്. കൃപയ്ക്ക് വേണ്ടിയിട്ടും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ദൈവം എനിക്ക് ഈ വേദന തന്നതാണ്. ഇത് ഞാൻ പരിപൂർണമായിട്ട് ഏറ്റെടുത്ത്, അത് എങ്ങനെയാണ് നമ്മൾ അവഗണിക്കുന്നത്? എങ്ങനെയാണ്? കരഞ്ഞും പിറുവിറുക്കുമ്പോഴാണ് അവഗണിക്കുന്നത്, കട്ട് ചെയ്ത് കളയണം, പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നത്. അത് ചെയ്യാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവമഹത്വം. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ രോഗത്തോടെ ഞാൻ കുർബാനയ്ക്ക് പോകും, ദൈവത്തെ ഞാൻ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. പിറുവിറുക്കില്ല. സ്തുതിക്കുന്നത് പിറുവിറുക്കാന്ന് പറഞ്ഞാൽ സ്തുതിപ്പിൻ്റെ എതിരാണ്. കുറ്റം പറച്ചൽ, എപ്പോഴും പിറുവിറുപ്പ്. എൻ്റെ ജീവിതം എങ്ങനെയായി? എനിക്ക് ഭവനം തന്നില്ല, വാടക വീട് മാത്രമാണ്. പ്രാർത്ഥനയില്ലാത്തവർക്കൊക്കെ ഭവനം കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല. വാടക വീട് പോലും കുടിലാണ്, മഴയത്ത് വെള്ളം ചോരും, കുഴപ്പമില്ല. ദൈവം തന്ന ജോലി ഞാൻ പൂർത്തീകരിക്കും. ഈ കുടിലിൽ എന്നോട് താമസിക്കാൻ പറഞ്ഞിട്ട് ഞാൻ താമസിക്കും. അവിടെ നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കിഷ്ടമില്ലാത്ത ജോലി ആണെങ്കിലും ദൈവം തന്ന ഞാൻ ഇത് മനസ്സോടെ ഇത് ഞാൻ ചെയ്യും, ഭംഗിയായിട്ട് ചെയ്യും. ചിലപ്പോൾ ചില അമ്മായിയമ്മ അവർ ദുരിതമാണ്, കുറ്റം പറച്ചലും ബഹളവുമാണ്. പക്ഷെ അവർക്കൊരു രോഗം വന്നാൽ ഞാൻ നോക്കും, ദൈവം തന്നതാണ്, അത് ഞാൻ പൂർത്തീകരിക്കും. അവർ ഈ കുറ്റം പറഞ്ഞാലും എന്നെ വെറുത്താലും എനിക്കെതിരെ എന്ത് സംസാരിച്ചാലും ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവമഹത്വം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവാനുഭവം പെട്ടെന്ന് കിട്ടും. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ദൈവം തന്നിരിക്കുക. ദൈവാനുഭവം തരാൻ വേണ്ടിയിട്ട് നിന്നെ വെറുക്കുന്നവർ ചിലപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. അവരെ വിട്ട് ഒഴിഞ്ഞു പോകാനില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റോമ 12:14 നിന്നെ വെറുക്കുന്നവരും നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ക്ഷമിക്കരുത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം തന്നാ ഞാൻ ഒഴിഞ്ഞു പോവില്ല. ചിലവർ മിണ്ടില്ല, വീട്ടിൽ മിണ്ടിയാലല്ലേ പ്രശ്നം. ഞാൻ മിണ്ടാറേ ഇല്ല. എൻ്റെ ഭർത്താവിനോട് മിണ്ടാറില്ല, ഭാര്യയോട് മിണ്ടാറില്ല, മക്കൾ അമ്മ അച്ഛനോട് മിണ്ടാറേ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒഴിഞ്ഞു പോയി, പകുതിക്ക് വെച്ച് നിർത്തി. മിണ്ടിയ പ്രശ്നമാണ്. മിണ്ടണം, ക്ഷമ പറയണം. അവരെന്ത് തെറ്റ് ചെയ്താലും അങ്ങോട്ട് പോയി പറയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം തന്ന മക്കളാണത്, ദൈവം തന്ന അമ്മയും അച്ഛനുമാണ്. അപ്പോൾ ദൈവം തന്നെ സഹോദരനാണ്, സഹോദരിയാണ്. അവരോട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കളയരുത്. പരിപൂർണതയോടെ ആ പണി തീർക്കണം, പൂർത്തീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ നിൽക്കണം. ദൈവം തീരുമാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോകരുത്. അപ്പോൾ ദൈവ മഹത്വമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദൈവമഹത്വം എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വാസം
വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ വചനം വായിച്ചത് ഇതെല്ലാം ഏറ്റു കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന ദൈവത്തിൻ്റെ ജോലി നിങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ വചനം വായിക്കുമ്പോൾ അത് വചനം പ്രയോജനമുള്ള വചനമായിരിക്കും. പിന്നെ പരിശുദ്ധാത്മാവ് മാത്രം കിട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ തന്നെ ഒരു കല്ലിൽ തന്നെ 2 മാങ്ങ അടിക്കാം. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണെന്ന് നേടുക, ഇതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കൂടി ആഡ് ചെയ്യണം. കെമിക്കൽ റിയാക്ഷനാണിത്. ഇപ്പം എന്തൊക്കെയാണ് വേണ്ടിയത്? ദൈവവചനം പ്ലസ് അതിൽ വിശ്വാസം പ്ലസ് പരിശുദ്ധാത്മാവ് ഈക്വൽസ് ടു ദൈവാനുഭവം നിനക്ക് ആവശ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്കിപ്പോൾ ദൈവവചനമായി, വിശ്വാസമായി, അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നേടുക? അത് ലൂക്ക 12:50 ഈശോ പറഞ്ഞ്, ഞാൻ ഒരു ജ്ഞാനസ്ഥാനം കൂടി എടുക്കാനുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് ജ്ഞാനസ്ഥാനം വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ജ്ഞാനസ്ഥാനം കൂടി എടുക്കാണ്ട് അത് തീർന്ന വരെ എനിക്ക് വേദനയാണ് എന്ന് വെച്ചാൽ കുരിശേറ്റെടുക്കുന്നതാണ് ജ്ഞാനസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിനക്ക് വരുന്ന കുരിശ്, അതുതന്നെ ഞാൻ പറഞ്ഞത്, പൂർത്തീകരിക്കുക. ദൈവം തരുന്ന കുരിശെല്ലാം പൂർത്തീകരിക്കുന്നത് തന്നെയാണ് കുരിശ് എടുക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ ഇത് ദൈവം തന്ന കുരിശാണ്, ഇത് ഞാൻ ഏറ്റെടുക്കും, വെറുക്കില്ല. പ്രൈസ് ദി ലോർഡ്. വാങ്ങിച്ചെടുക്കണം. നിന്നെ വെറുക്കുന്നവർക്ക് ഒരു സഹായം ആവശ്യം വന്നാൽ നീ അവിടെ പോകണം, അവിടെ മുമ്പിൽ പോയി നിൽക്കണം. അവരുടെ മക്കളുണ്ടല്ലോ അവരെ നോക്കാൻ, അവരെന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്തോരം എന്നെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞ്, ഇല്ല, അത് കുരിശാണ്, അത് നിനക്ക് തന്ന കുരിശാണ്, നീ ഏറ്റെടുക്കണം, അങ്ങോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് എനിക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ, കൗൺസിലിങ്ങിന് ഒരു സഹോദരി ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ദൈവാനുഭവമായിട്ട് മാറാമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കൗൺസിലിങ്ങിന് വന്നിട്ട് അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ നട്ടലിൻ്റെ അവിടെ നല്ല വേദനയാണ്. കുറേ എത്രയോ ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്നും സൗഖ്യം കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. അവർക്ക് വേദന സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എപ്പോഴും വേദനയാണ്. ചില സമയത്ത് അത് കത്തിയിൽ കുത്തുന്ന പോലെ വേദനയായി പോകും. ഒന്നും സൗഖ്യം കൊടുക്കില്ല അതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പ്രാവശ്യം കൗൺസിലിംഗ് വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് ഈ കാര്യമൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ അവർ പറഞ്ഞ്, എൻ്റെ മകൻ ബാംഗ്ലൂരിൽ എവിടെയോ ജോലിയാണ്, മരുമകൾ മാത്രമേ ഉള്ളൂ, അവൾക്കുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ഉണ്ടാകില്ല, പിന്നെ ഞാൻ ഉണ്ടാക്കി കഴിക്കണം. ഈ നടുവേദനയും വെച്ചുകൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, എനിക്കൊന്നും വെക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്നെക്കുറിച്ച് എന്നെ കുറ്റവും പറഞ്ഞു കൊടുക്കും. വലിയ വിഷമം. എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല, വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നുന്നില്ല. എപ്പോഴും ഞാൻ തന്നെ എനിക്ക് ആവശ്യമുള്ളത് കുറച്ച് വയ്ക്കും, എല്ലാം കാലിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ദൈവം തന്നതാണ്, അത് നീ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അടുത്ത മാസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവർ വന്ന് സാക്ഷ്യം പറയാൻ വന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവർ പറഞ്ഞ ഇതേപോലെ സംഭവിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഇരുന്ന് ഇവർ എന്ത് ചെയ്ത്, ഈ ഭക്ഷണം ഇല്ലാതാവും, ഇല്ല ഇത് വെറുപ്പ് മുഖത്ത് കാണിക്കുമ്പോൾ, മരുമകൾ കാണിക്കുമ്പോൾ ഇവർ മുറിയിൽ പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും അവർക്ക് വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പൂർത്തീകരിക്കുക. ദൈവം തന്ന ഈ മരുമകളെ, അപ്പോൾ അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിനെ വെറുത്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുക, അവിടെ വെച്ച് കട്ട് ചെയ്യുക, അങ്ങനെയില്ല, ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇവർ അന്ന് പ്രാർത്ഥിച്ച ആദ്യത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അവർക്കെന്തോ ഒരു ഷോക്കടിച്ച പോലെ തോന്നി ഇവിടെ. എന്നിട്ട് ഇവർ കയ്യൊക്കെ ഇങ്ങനെ പൊക്കി നോക്കണം, ഇത് നോക്കി ഈ വേദന അങ്ങോട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ദൈവവചനമുണ്ട്, നിനക്ക് ഞാൻ സൗഖ്യം തരാം, മരുന്നില്ല, എൻ്റെ വചനമാണ് നിനക്ക് സൗഖ്യം തരുന്നത്. അത് അന്ന് വചനത്തിൻ്റെ അകത്ത് ആ സൗഖ്യമുണ്ട്. അത് ജ്ഞാനത്തിൻ്റെ സോളമൻ്റെ ജ്ഞാനം 16:12 മരുന്നില്ല, എൻ്റെ വചനമാണ് നിനക്ക് സൗഖ്യം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ജെർമിയ 30:17 ഞാൻ നിനക്ക് ആരോഗ്യം ഞാൻ തരാം, എൻ്റെ വചനോ. അത് വചനത്തിൻ്റെ അകത്ത് കിടക്കുക. പക്ഷെ അത് അവിടെ കിടക്കുകയായിരുന്നു, അത് എത്തിയിട്ടില്ല. ഈ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ചില വിഷയങ്ങൾ ഒരു 10 കൊല്ലം 20 കൊല്ലം പ്രാർത്ഥിക്കുമ്പോഴും അത് ഫയലിൽ അങ്ങനെ കിടക്കും. ഫയലിൽ കടന്നിട്ട് ദൈവം നോക്കുന്നത് വചനത്തിൽ വിശ്വാസം, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആകുമ്പോഴത്തേക്ക് അത് ഇങ്ങോട്ട് എത്തും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, സക്രിയ
കൊച്ചിനെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചത്, അവർ രണ്ടുപേർക്കും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് ചെറുപ്പത്തിലെയാണ്, ഒരു 10, 25, 30 കൊല്ലം മുമ്പേ പ്രാർത്ഥിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് ലൂക്ക 1:13 അവിടെ ദൈവദൂതം എന്ന് പറയണത്, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിച്ചൊന്നുമില്ല, അവരങ്ങോട്ട് ഉറപ്പിച്ച് ഇനി കിട്ടില്ല, കുഞ്ഞിനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇത്രയും പ്രായമായല്ലേ, ജീവിതം പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരുടെ ഫയൽ ടേക്കപ്പ് ചെയ്തത് ഇപ്പോഴാണ്. അവർ പ്രാർത്ഥിച്ചത് കല്യാണമായ സമയത്ത് ഒരു 10 കൊല്ലത്തേക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഇല്ല ഒരു 15 കൊല്ലത്തേക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പിന്നെ തീരുമാനിച്ച് ഇനി ഒരിക്കലും കൊച്ചുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. എലിസബത്തിന് ഇനി കൊച്ചുണ്ടാകാൻ പോണില്ല. അപ്പോൾ അവിടെ അൽത്താര ശുശ്രൂഷയിൽ നിൽക്കുക, സക്രിയ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ദൈവദൂതം വന്നിട്ട് ദൂതം വന്ന് പറയുകയാണെന്ന്, നിനക്ക് നിൻ്റെ പ്രാർത്ഥന കേട്ട്. എപ്പോഴത്തെ പ്രാർത്ഥനയാണ് കേട്ടത്? 10-30 കൊല്ലം മുമ്പേ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് കേട്ടത്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവം എന്താ? അന്ന് ദൈവ വാഗ്ദാനത്തിൽ അവർ വിശ്വസിച്ച്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അൽത്താരയിൽ കിട്ടിയതാണ്. ഇപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് ചേർന്നപ്പോൾ അത് നിറവേറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ട, അന്ന് കേട്ടത്, അന്ന് അവർ പ്രാർത്ഥന ചോദിച്ചത് ഫയലിൽ റെക്കോർഡായി. അത് ഞങ്ങൾക്ക് ദൈവാനുഭവമായിട്ട് മാറാൻ വേണ്ടിയിട്ട് 3 കാര്യം വേണം. ഒന്ന്, ദൈവവചനം, വിശ്വാസം വേണം. ദൈവവചനവും വിശ്വാസം ഒന്ന്, പ്ലസ് പരിശുദ്ധാത്മാവ്. ഇത് രണ്ടും കൂടി ഒന്ന് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവാനുഭവമായിട്ട് മാറുന്നത്. സക്രിയയ്ക്ക് അത് സംഭവിച്ച ആൽത്താരയിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അന്നത്തെ ഫയൽ അവിടെ പെൻഡിങ് ആയിരിക്കുമായിരുന്നു. അതിൽ വാഗ്ദാനമുണ്ട്, കുഞ്ഞിനെ തരും, നീ ചോദിക്കുന്നത് നിനക്ക് ലഭിക്കും. വിശ്വാസം ഉണ്ടായി അന്ന്. പക്ഷെ അത് അങ്ങനെ നിൽക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് ഇപ്പോഴാണ് കിട്ടിയത്. പരിശുദ്ധാത്മാവും കൂടി അതിൻ്റെ ചേർന്നപ്പോൾ അൽത്താരയിൽ വെച്ച് നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ശ്രദ്ധിക്കണം. എപ്പോഴും ഇതെങ്ങനെ സാധിക്കും? എൻ്റെ പ്രശ്നത്തിന് എനിക്ക് പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം ചിലപ്പോൾ ഇനി ഈ രീതിയിലായിരിക്കുക പ്രവർത്തിക്കുക, ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതൊന്നും നടക്കില്ല. ഇനി എങ്ങനെയാണ് ദൈവം വിചാരിച്ചാൽ പോലും ഇതൊക്കെ നടക്കുക? ചില പ്രശ്നത്തിൽ പോയി ഞാൻ പെട്ട് കഴിയുമ്പോഴേ അത് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കും, ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയൊക്കെ തീരുമാനം ഉണ്ടാകാം? ഇനി ദൈവം ആ വഴിയല്ലേ നോക്കുന്നത്. എനിക്ക് ഒരു തീരുമാനം ഉണ്ടാകില്ല, ഇത് ഒരിക്കലും സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് അതിശയമായിട്ട് നമ്മളൊന്നും സ്വപ്നം കാണാത്തത്, ആലോചിക്കാത്ത രീതിയിലാണ് ദൈവം ജീവിതത്തിൽ ഇടപെടുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതുവരെ കേൾക്കാത്തതും ആലോചിക്കാത്ത ചിന്തിക്കാത്ത കാര്യത്തിൽ ആ വഴി കൂടിയാണ് ദൈവം. വെള്ളത്തിൽ കൂടിയല്ലേ നടന്നു വന്ന് ശിഷ്യന്മാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുക. ഈ സമയത്ത് കടലിൽ വെച്ചിട്ടാണ് അവിടെ കൊടുങ്കാറ്റ് വന്നപ്പോഴത്തേക്ക് രക്ഷിക്കാനാരുമില്ല. ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ച? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നീ ചെയ്യേണ്ടി ഇത്രയേ ഉള്ളൂ. വാഗ്ദാനം നിറവേറും. വാഗ്ദാനം അവിടെ നിൽക്കും, അത് മാഞ്ഞു പോയില്ലെന്നാണ് ഈശോ പറയണത്. സ്വർഗവും ഭൂമിയും മാഞ്ഞു പോയാലും എൻ്റെ വാഗ്ദാനം മാറിയില്ല, അത് അവിടെ നിൽക്കുക. പക്ഷെ അത് നിനക്ക് ദൈവാനുഭവമായിട്ട് മാറ്റി എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വേണ്ടിയത് വചനം വായിക്കണം. എപ്പോഴും വചനം വായിക്കുമ്പോൾ അതിൽ വിശ്വാസം ഉണ്ടാകണം. അതിന് ചെയ്യേണ്ടത് ദൈവം തന്ന ജോലിയെ അത് റിജക്റ്റ് ചെയ്യരുത്, അത് അംഗീകരിക്കണം, അത് പൂർത്തീകരിക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവ മഹത്വമാവും, നിൻ്റെ വിശ്വാസം കൂടും. അത് കഴിഞ്ഞ് നീ ചെയ്യേണ്ടത് കുരിശെടുക്കണം. അത് ജ്ഞാനസ്ഥാനമാണ്. നിനക്ക് തന്നിരിക്കുന്ന കുരിശ് ചിലപ്പോൾ ഭർത്താവാകാം, അയൽക്കാരനാകാം, പല കാര്യങ്ങളാകാം, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാകാം. അതെല്ലാം അവർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ കുരിശെടുക്കുക, ഞാൻ അംഗീകരിക്കുക, അതെനിക്ക് ദൈവം തന്നത് അംഗീകരിക്കുക. അപ്പോൾ അതിൽ 2 കാര്യം. കുരിശെടുക്കുമ്പോൾ പൂർത്തീകരണവും നടക്കും, ദൈവം തന്ന ജോലിയുടെ പൂർത്തീകരണവും നടക്കും, ജ്ഞാനസ്ഥാനവും നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇതിന് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഈ ജ്ഞാനസ്ഥാനം ആർക്കും എടുക്കാം. പ്രൈസ് ദി ലോർഡ്. കുരിശെടുക്കുമ്പോൾ ദൈവം, ഈശോ പറഞ്ഞിരിക്കുന്നത് ലൂക്ക 12:50 ഏത് മതസ്ഥരിക്കും ഈ ജ്ഞാനസ്ഥാനം എടുക്കാം.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇനിയൊരു ജ്ഞാനസ്ഥാനം എടുക്കേണ്ട, എൻ്റെ കുരിശ് എടുക്കുകയാണ്. അപ്പോൾ നിനക്ക് തന്നിരിക്കുന്ന കുരിശ് നിൻ്റെ വീട്ടിലാകാം, ഇല്ല ജോലി സ്ഥലത്താകാം, നിൻ്റെ രോഗമാകാം, അതെല്ലാം നീ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. പിറുപിറുക്കരുത്, അതിനെക്കുറിച്ച് കുറ്റം പറയരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീര് കാണിക്കരുത്, സന്തോഷിക്കുക. അത് 1 തെസ്സലോനിയ 5:16 ഈശോ അതാ പറയണ, പരിശുദ്ധാത്മാവ് പറയണം, നീ എപ്പോഴും സന്തോഷിക്കുക. റിജോയ്സ് ഓൾവേസ്. അത് കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മനസ്സാണ് അത്. അപ്പോൾ എപ്പോഴും സന്തോഷിക്കുക. അപ്പം നിൻ്റെ ജീവിത രീതി മാറും, നിനക്ക് ദൈവാനുഭവം കിട്ടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്താം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിത് പണ്ട് പറഞ്ഞിട്ടുള്ളത്, അത് വേറെ ആംഗിളാണ് പറഞ്ഞത്. എൻ്റെ 2003 ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത്. ഇവിടെ അമ്മ മാതാവ് കൊണ്ടുവന്നതാണ് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, ഞാൻ അന്ന് ജ്ഞാനസ്ഥാനമൊന്നും എടുത്തിട്ടില്ല, എനിക്ക് ജപമാല പോലും അച്ഛൻ വന്ന് ഇവിടെ പഠിപ്പിച്ചതാണ്. ഇന്ന് ബൈബിൾ നോക്കിയപ്പോൾ ഇതിലുണ്ട്, ഈ പേപ്പർ അച്ഛൻ തന്നത് അന്ന് 2003 തന്നത്. ഈ ജപമാലയുടെ പേപ്പറായത്, സ്ലിപ്പാണ്. ഇത് വെച്ചിട്ട് ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചതാണ്. ഇത് നോക്കി പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ കൗൺസിലിംഗ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 2-ാം ചൊവ്വാഴ്ച കൗൺസിലിംഗ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കൗൺസിലിംഗ് ഒന്നും എനിക്കറിയില്ല. എന്നിട്ടും അച്ഛൻ പറഞ്ഞ് ഈശോനെക്കുറിച്ച് പറ, എന്തെങ്കിലും അനുഭവം കിട്ടിയാൽ അത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അങ്ങനെ നടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, തിങ്കളാഴ്ച വൈകിട്ട് അവിടെ ട്രെയിനുണ്ട്, അതിൽ വരും. ചൊവ്വാഴ്ച കാലത്തെ ശുശ്രൂഷ കൗൺസിലിംഗ് ഈ റൂമിലാണ്, ഇതിൽ ഫസ്റ്റ് റൂമിലായിരുന്നു അന്ന്. അപ്പോൾ കുറേ പേര് കൗൺസിലിംഗ് വരും, വൈകുന്നേരം വരെ ഇരിക്കും. ഒരു 5 മണിയാകുമ്പോൾ 4:30-5 ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മോന് 1-ൽ പഠിക്കുക, ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ആകുമ്പോൾ തന്നെ അവൻ കരച്ചിൽ തുടങ്ങും, പോകണ്ടെന്ന് പറയും. എന്നിട്ട് ഇല്ല, ഞായറാഴ്ച തന്നെ തുടങ്ങും, നാളെ പോകണ്ട, ഇല്ല ഞാനും വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരാഴ്ച ഞാൻ ഇങ്ങനെ വരുമ്പോൾ, ഞായറാഴ്ച ആയപ്പോഴത്തേക്കും, തിങ്കളാഴ്ച കാലത്തെ ആയപ്പോഴത്തേക്കും അവൻ കരഞ്ഞ് വയറുവേദന എടുക്കുകയാണ്, ഞാൻ സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവൻ്റെ ഈ സ്ഥിര പരിപാടിയാണ്, ഞാൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഇവൻ ഇന്ന് സ്കൂളിൽ പോകാതിരിക്കാനുള്ള പരിപാടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വഴക്കിട്ടപ്പോഴത്തേക്ക് ആ സ്കൂൾ ബസ്സിൽ കയറി അവൻ പോയി. അവനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വഴക്കിട്ട് കഴിയുമ്പോൾ. എന്നിട്ട് വൈകുന്നേരം ഞാൻ രാത്രി 10 മണിക്കാണ് എനിക്ക് ട്രെയിന് ഇവിടെ വരാനുള്ള അന്ന്. അപ്പോൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഇവൻ സോഫയിൽ ഇങ്ങനെ കിടക്കുക, സാധാരണ കളിക്കാൻ പോകുന്ന ആ സോഫയിൽ കിടക്കുക. അപ്പോൾ ഞാൻ അടുത്ത് പോയി ഇരുന്നപ്പോഴത്തേക്കും കരഞ്ഞ് വയറുവേദന ഇരിക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി സീരിയസ് ആണെന്ന്. ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഓടി. കാറിൽ വെച്ച് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സ്കാനിന് എഴുതി കൊടുത്തത്. അപ്പോൾ സ്കാൻ എഴുതിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് സ്കാനുണ്ട്. സ്കാൻ എഴുതിയപ്പോൾ 5 മുഴ അവൻ്റെ ഇതിൽ, ഈ ചെറുകുടലിൽ 5 മുഴ ഇരിക്കുക. അത് ഒന്ന് ശരിക്കും ഇൻഫെക്ഷനായിട്ട് അത് പൊട്ടുന്ന രീതി ഇരിക്കുക. അത് ബ്ലീഡായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെല്ലാം നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു 8-9 മണിയായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഒരു ജെം ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റലാണ്, ഇപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഡോക്ടർ ഡീറ്റെയിലൊക്കെ എഴുതി ഒരു കവറിലാക്കി ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അത് അകത്തിരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത് ജീവന് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ 9 മണിയായി. എനിക്ക് 9:30 നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ ഇവിടെ വരാൻ സാധിക്കില്ല. ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുപോയി, ഭാര്യയോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ കവർ അവളുടെ കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ മുകളിൽ പോയി. പ്രാർത്ഥന മുറി മുകളിലാണ്. മാതാവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇത് പിശാചിൻ്റെ പരിപാടിയായിരിക്കും പോകാതിരിക്കാൻ, ദൈവ ശുശ്രൂഷ മുടപ്പിക്കുക.
ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയണം, നീ എൻ്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ ജോലി ചെയ്യുമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ജോലി പൂർത്തീകരണോ? ഇതൊന്നും എനിക്ക് അന്ന് ഈ വചനമൊന്നും അറിയില്ല, അത്രയ്ക്കൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ ജോലി പൂർത്തീകരിക്കണം. ഇവിടെ അച്ഛൻ ശുശ്രൂഷ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നം ഇത്രേ ഉള്ളൂ. ഞാൻ ഭാര്യയെടുത്ത് പറഞ്ഞ ഇത് കവറാണ്, ഇനി അവനിക്ക് വേദന വന്നെന്ന് അവൻ കറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ വീട്, അവരുടെ വീട്ടുകാർ കുറച്ച് അടുത്താണ്, ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്താണ്. അവരെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് നേരെ ജെം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷനാണെന്നൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ ഇത് കവർ കൊടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ അച്ഛൻ പറയും കുഴപ്പമില്ല, വരരുത്, ഓപ്പറേഷൻ ചെയ്യുന്നേ പറയുള്ളൂ, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഇവിടെ അടുത്ത ദിവസം ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് കാലത്തെ, ഭാര്യയോട് കാലത്തെ ചോദിച്ച് ഇവൻ കറഞ്ഞാന്ന് ചോദിച്ച്, ഇവിടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ പറഞ്ഞ് കറഞ്ഞില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ ഉറങ്ങിയാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് കറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിക്കോ, ജം ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി വിളിച്ച് വീട്ടുകാരെ വിളിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു, ഈ കവർ കാണിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ ശുശ്രൂഷ തുടങ്ങി. 5 മണിയായപ്പോഴത്തേക്ക് മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ, മൊബൈലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് മിസ്ഡ് കോളൊന്നുമില്ല. സമാധാനമായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ അന്ന് വീട്ടിൽ പോയി. പാതിരാത്രി ആയപ്പോൾ വീട്ടിലെത്തി. വേറെ കുഴപ്പമൊന്നും ഇല്ല, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അടുത്ത ദിവസം കാലത്തെ ഇവളെയും വിളിച്ചുകൊണ്ട് നേരെ 7 മണിക്ക് അങ്ങ് ജെം ഹോസ്പിറ്റലിലേക്ക് പോയി, ഇവനെ എടുത്തുകൊണ്ട്. എന്നിട്ട് ഡോക്ടറിനോട് കാണിച്ചപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞു, ഈ ലെറ്ററിൽ എഴുതിയിരിക്കണം കണ്ട, നിങ്ങൾ ഇത്രയും നേരം പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നോ, എന്ത് റിസ്ക്കാണ് എടുത്തതെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്യാവശ്യം പുറത്ത് പോകാനുണ്ടായിരുന്നു, ഞാൻ ഇവളോട് പറഞ്ഞിട്ടാണ് പോയത്, വേദന ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ടാകും. വേദനയൊന്നുമില്ല, അത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് വൈഫിന് മനസ്സിലായത്. ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവനിക്ക് ആ പച്ച കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഓപ്പറേഷന് മുമ്പ് ഇനിയൊരു സ്കാൻ എടുക്കുമല്ലേ, ആ സ്കാനിന് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കാര്യം നടന്ന്. ഒന്ന്, ദൈവത്തിൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ച്, നീ നിൻ്റെ ജോലി ചെയ്താൽ, എൻ്റെ ജോലി ചെയ്താൽ നിൻ്റെ ജോലി ഞാൻ ചെയ്യും എന്ന് വെച്ചാൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ്. രണ്ടാമത് അത് വിശ്വാസവുമായി. അതിൽ മൂന്നാമത്തത് തന്ന ജോലി പൂർത്തീകരിക്കുകയും ചെയ്ത്, പൂർത്തീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ വന്ന്, വചനം വന്ന്, പരിശുദ്ധാത്മാവ് വന്ന്. ഇവിടെ ദൈവ വാഗ്ദാനമുണ്ട്, ഞാൻ നിനക്ക് സൗഖ്യം തരും, മരുന്നില്ല, ലേഖനമില്ല, എൻ്റെ വചനമാണ് സൗഖ്യം തരുന്നത്. അപ്പോൾ രണ്ടാമത് ഒരു സ്കാൻ എടുത്തിട്ട് കുറേ സമയമെടുത്ത്. അപ്പോൾ എന്നെ പിന്നെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഈ സ്കാനിൽ മുഴയൊന്നും കാണുന്നില്ലല്ലോ രണ്ടാമത് എടുത്തതിൽ. പ്രൈസ് ദി ലോർഡ്. പഴയ സ്കാനും വെച്ച് ഇതും വെച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എങ്ങനെ സാധിച്ച്? വചനത്തിൽ ഈ മുഴയുടെ മരുന്നുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ചപ്പോഴത്തേക്ക് അത് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് കൂടി ചേർന്നപ്പോഴത്തേക്കും അവിടെ സൗഖ്യം നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമുക്ക് വചനമുണ്ട്, പക്ഷേ അതിൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ടാവും. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടാവും, വചനവും ഉണ്ടാവും, പക്ഷേ വചനത്തിൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ വചനം പ്ലസ് വിശ്വാസം പ്ലസ് പരിശുദ്ധാത്മാവുമ്പോൾ